നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് പേരൻറ്റിങ് ടോപ്പിക്കിനെ കുറിച്ചാണ് വീണ്ടും പറയുന്നത്. നമുക്കറിയാം, നമ്മളെല്ലാവരും തന്നെ കാമായിട്ടുള്ള ഒരു പേരൻ്റ് ആവാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും, എന്നാൽ എപ്പോഴും പറ്റാത്ത അമ്മമാരായിരിക്കും അല്ലെങ്കിൽ അച്ഛന്മാരായിരിക്കും. അപ്പം കാമായിട്ടുള്ള ഒരു പേരൻ്റ് ആയെങ്കിൽ മാത്രമാണ് നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെയും ഫ്യൂച്ചറിലേക്ക് കാമായിട്ടുള്ളവർ, അല്ലെങ്കിൽ നമ്മൾ എന്ത് അഗ്രഷൻ അല്ലെങ്കിൽ എന്ത് രീതിയിലുള്ള ഒരു ബിഹേവിയർ അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ് അവരുടെ അടുത്ത് കാണിക്കുന്നു അത് കൃത്യമായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ ക്യാച്ച് ചെയ്തിട്ട് അവരത് തിരിച്ചു കാണിക്കും. അപ്പം നമ്മൾ കാമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കുട്ടികളെയും ഒരു പരിധി വരെ കാമാക്കാൻ പറ്റും. അല്ലാത്ത കുട്ടികളും ഉണ്ട് കേട്ടോ, നമ്മൾ കാണുന്നതാണല്ലോ. അപ്പോൾ ഇനി എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് വളരെ പെട്ടെന്ന് നമ്മൾ കുഞ്ഞുങ്ങളെ കാമാക്കാൻ അല്ലെങ്കിൽ നമ്മൾക്ക് കാമാകാൻ പറ്റുന്ന കാര്യങ്ങളാണ് കേട്ടോ പറയുന്നത്. അപ്പം നമുക്കറിയാം, നമ്മൾ കുഞ്ഞുങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് നേരമൊക്കെ ചിലപ്പോൾ സഹിച്ചു എന്ന് വരും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ക്ഷമ നശിക്കും, നമ്മൾ ഓടിച്ചെല്ലും. എന്താ നമ്മൾ ചെയ്യുക? ഒന്നെങ്കിൽ അലറിക്കൊണ്ട് ഓടിച്ചെല്ലുന്ന അമ്മമാരുണ്ട്, അല്ലെങ്കിൽ ഇത് അടിക്കാനായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ ഉപദ്രവിക്കുന്ന, കൈ കിട്ടുന്നത് എന്തും വെച്ചിട്ട് ഉപദ്രവിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ ഇത് രണ്ടും ചെയ്യുന്നവർ. അതായത് നമ്മൾ ഓടിച്ചെല്ലുകയും ചെയ്യും, വഴക്ക് പറയുകയും ചെയ്യും, അടിക്കുകയും ചെയ്യും, അങ്ങനെ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യും? നമ്മുടെ അടുത്തേക്ക് തിരിച്ചോ ഒന്നെങ്കിൽ നമ്മളെ അടിക്കും, അല്ലെങ്കിൽ നമ്മളെ ചീത്ത പറയും, അല്ലെങ്കിൽ കിടന്ന് കാറും. അപ്പോൾ നമ്മൾ അടി കൊടുത്തു കഴിഞ്ഞ് പിന്നെയുള്ള ഒരു 1 or 2 minutes കഴിയുമ്പോഴേക്കും അവർ കിടന്ന് കരയൊക്കെ ചെയ്യുന്ന കാണുമ്പോഴേക്കും നമ്മുടെ മനസ്സലിയും നമ്മളുടെ ഉള്ളിൽ വന്ന ദേഷ്യം എല്ലാം അങ്ങ് തീരും. അപ്പോൾ ബേസിക്കലി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമുക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ ആ ദേഷ്യം നമ്മൾ അവരുടെ അടുത്ത് അങ്ങ് തീർക്കുന്നു. പിന്നെ ഞാൻ ഇതിനു മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ കൺട്രോൾ ചെയ്യാൻ. ഞാൻ പ്രാക്ടീസ് ചെയ്ത് നമുക്ക് പറ്റും എന്ന് തെളിഞ്ഞ ഒരു കാര്യമാണ്. നമ്മൾ കുഞ്ഞുങ്ങളുടെ അടുത്തേക്ക് ഓടി ചെല്ലുന്ന ആ ഒരു 1 to 10 സെക്കൻഡിനുള്ളിലാണ് നമ്മുടെ ആ ഒരു ദേഷ്യം അങ്ങ് പീക്കിലെത്തുന്നതായിരിക്കും. അപ്പം നമ്മൾ ചെല്ലുന്ന വഴി അവരെ അടിക്കാതെ നമ്മളൊന്ന് ദേഷ്യം ഒന്ന് കൺട്രോൾ അങ്ങ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ കണ്ണടക്കാം. ഞാൻ ചില സമയത്ത് ഞാൻ കണ്ണടയ്ക്കാറുണ്ട്, ചില സമയത്ത് ഞാൻ ആ പോയിന്റിൽ നിന്ന് മാറിപ്പോവും, മുറിക്കകത്തേക്ക് കയറിപ്പോവും. അല്ലെങ്കിൽ ഞാൻ അടുക്കളയിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവരിവിടെ ഹാളിലിരുന്ന് വഴക്കുണ്ടാക്കുന്നെങ്കിൽ ഞാൻ പുറത്തേക്ക് ഇറങ്ങിപ്പോവും. അങ്ങനെ പല പല കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മളൊന്ന് കൺട്രോൾ ചെയ്ത് നമ്മുടെ ആ ഒരു മൈൻഡ് ഒന്ന് പിടിച്ച് നിർത്തിയിട്ട് നമ്മൾ കുറച്ച് നേരം ഒന്ന് അനങ്ങാതിരുന്നിട്ട് ഒരു ഡീപ്പ് ബ്രത്ത്, കുറച്ച് നേരം ഒന്ന് ഡീപ്പ് ബ്രത്ത് എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റും കേട്ടോ. ഞാൻ പ്രാക്ടീസ് ചെയ്ത് ഞാൻ ശ്രമിച്ച് നോക്കി ചെയ്തിട്ടുള്ള കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, അടിച്ചു കഴിയുമ്പോൾ പിന്നെ നമുക്കത് ബുദ്ധിമുട്ടാവും, കുഞ്ഞുങ്ങൾക്കിടെ ഉള്ളിൽ അത് വിഷമാവും, അവരത് ഓർത്ത് വയ്ക്കും. നമ്മൾ വിചാരിക്കും കുട്ടിയല്ലേ അവർ മറന്നു പോകുന്നു, പക്ഷെ തീർച്ചയായിട്ടും കുഞ്ഞുങ്ങളത് ഓർത്ത് വയ്ക്കും കേട്ടോ. അപ്പം നമ്മൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് നമ്മുടെ ആ ഒരു വലിയ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റും. അതൊരു കാര്യം. പിന്നെ അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ കുഞ്ഞുങ്ങളെ ഇങ്ങനെ ബ്ലെയിം ചെയ്യും, അല്ലെങ്കിൽ അവരുടെ അടുത്ത് നമ്മൾ വഴക്കുണ്ടാക്കിയിട്ട് അവരോട് നമ്മൾ പറയും. അവർ ഇങ്ങനെ ബഹളം വെച്ച് കുറുമ്പ് കാണിക്കുക എന്നുള്ളതാണ് കുട്ടികളുടെ ഒരു സ്വഭാവം, അല്ലെങ്കിൽ അവരുടെ രീതി അതാണല്ലോ. അപ്പം നമ്മൾ എന്ത് പറയും? നീയാണ് എന്നെ ദേഷ്യം പിടിപ്പിക്കുന്നത്, അല്ലെങ്കിൽ നീയാണ് എന്നെ പ്രാന്ത് പിടിപ്പിക്കുന്നത്, എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത്, പോയിക്കോളൂ, നീയാണ് എല്ലാത്തിനും കാരണം എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ നമ്മുടെ തലയിൽ തന്നെ അങ്ങ് കയറ്റുവാണ്, അല്ലെങ്കിൽ നമ്മൾ അസ്യൂം ചെയ്തെടുക്കുവാണ് കുട്ടിയാണ് നമ്മുടെ 90% പ്രശ്നങ്ങളുടെയും കാരണക്കാരൻ അല്ലെങ്കിൽ കാരണക്കാരി ഇവരാണ് എന്നുള്ളത്. അപ്പോൾ അത് ചിന്തിക്കാതെ നമ്മൾ തന്നെ ചിന്തിച്ചു നോക്കുക, എന്തിനാണ് ഇപ്പം ഞാൻ ദേഷ്യം പിടിച്ചത് എന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ദേഷ്യത്തിന് പുറകിൽ വേറെ എന്തെങ്കിലും കാര്യം ഉണ്ടാവും. നമ്മുടെ ദേഷ്യം തീർക്കാൻ വേണ്ടി ഒരിക്കലും നമ്മൾ കുഞ്ഞുങ്ങളെ പോയി അടിക്കരുത്, അല്ലെങ്കിൽ അലറരുത് അവരുടെ അടുത്ത്. അത് അടുത്ത കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മുടെ എല്ലാ ദേഷ്യത്തിനും പുറകിൽ അവരാണ് എന്ന് വിചാരിച്ച് അവരെ അങ്ങ് കുറ്റപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ അവരെ ഉപദ്രവിക്കുന്നത്. പിന്നെ അടുത്ത ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ കുഞ്ഞുങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ പറയും, അവൻ ഇതുള്ളതാണ്, ഇതാണ് അവൻ്റെ സ്വഭാവം, ഇങ്ങനെയാണ് അവൻ മനഃപൂർവ്വം കാണിക്കുന്നതാണ് ഈ സ്വഭാവം, എന്നെ ദേഷ്യം പിടിപ്പിക്കുക അല്ലെങ്കിൽ എന്നെ വട്ടാക്കാനായിട്ട് ഇത് തന്നെയാണ് കുഞ്ഞിൻ്റെ സ്വഭാവം, അവൾ ഇതേ സ്വഭാവമാണ് എപ്പോഴും, അങ്ങനെ നമ്മൾ പറയും. അതായത് ഇതാണ് അവരുടെ സ്വഭാവം എന്ന് നമ്മളങ്ങ് മുദ്ര കുത്തുവാണ്. പക്ഷേ അതിന് പുറകിൽ എന്തെങ്കിലും ഒരു റീസൺ കാണും നമ്മുടെ കുഞ്ഞുങ്ങളെ ഇങ്ങനെ ട്രിഗർ ചെയ്യിക്കാനായിട്ട്. അത് ചിലപ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കൂല. അതേസമയം അവരുടെ അടുത്തൊന്ന് സൈലൻ്റ് ആയിട്ടിരുന്നിട്ട്, അല്ലെങ്കിൽ അവർ കിടന്ന് ബഹളം വെച്ച് കഴിയുമ്പോൾ അല്ലെങ്കിൽ വഴക്കെടുത്ത് കഴിയുമ്പോൾ അതിനെ ഒന്ന് അനുവദിച്ചതിന് ശേഷം എന്താണ് കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശാന്തമായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ മിക്ക കുഞ്ഞുങ്ങളും പറയും എന്തെങ്കിലും അവർക്കുടെ ഉള്ളിൽ. ഞാൻ ചിലപ്പോൾ ഒക്കെ ഉണ്ണിയുടെ അടുത്ത് ചോദിക്കാറുണ്ട്, ദേഷ്യം വന്നു കഴിഞ്ഞിട്ട്, ഞാൻ ദേഷ്യപ്പെടലൊക്കെ കഴിഞ്ഞ്, ചിലപ്പോൾ ഞാൻ ദേഷ്യപ്പെടലും കഴിഞ്ഞാണ് കേട്ടോ, എന്തിനായിരുന്നു മോൻ അങ്ങനെ വഴക്കുണ്ടാക്കി, അല്ലെങ്കിൽ എന്തിനായിരുന്നു അമ്മേനെ ദേഷ്യം പിടിപ്പിച്ചേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിൻ്റെ പുറകിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും. അത് അങ്ങനെ ചെയ്തുകൊണ്ടാണ്, അല്ലെങ്കിൽ എനിക്കത് ചെയ്തു തരാത്തതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് എന്തെങ്കിലും ഒരു റീസൺ കാണും ആ പുറകിൽ. അപ്പോൾ അതെന്താന്നുള്ളത് നമ്മളൊന്ന് ശാന്തമായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ അത് നമ്മൾ നടത്തി കൊടുത്തു കഴിഞ്ഞാൽ അവർക്കിടെ ദേഷ്യം മാറും. അപ്പോൾ എന്തിനും നമ്മൾ ദേഷ്യപ്പെട്ട് പറയുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ നോക്കിയിട്ട്
നല്ലത് സൈലൻ്റ് ആയിട്ട് പറയുന്നത്. ഇപ്പോൾ രാവിലെ എണീറ്റ് കുഞ്ഞുങ്ങളോട് മിക്ക വീടുകളിലും ഉള്ള ഒരു ഇതായിരിക്കും, നേരം വെളുത്തു കഴിഞ്ഞാൽ പല്ല് തേക്കാൻ പറഞ്ഞിട്ടുള്ള ബഹളം. നമ്മൾ അതിനായിരിക്കും തുടങ്ങുന്നത്. പല്ല് തേക്കുന്ന 100 വട്ടം പറഞ്ഞാലും അവർ കേൾക്കൂല. അവരുടേതായ കളിയിൽ നടക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്ത് നടക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ രാവിലെ വഴക്കെടുത്ത് നടക്കുന്ന പിള്ളേരുണ്ട്. അപ്പോൾ അങ്ങനെ നടക്കുമ്പോൾ നമ്മൾ തന്നെ ചെന്നിട്ട് അവരുടെ തോളത്തൊന്ന് കൈയിട്ടിട്ട്, അല്ലെങ്കിൽ അവരുടെ ഒപ്പം ഇരുന്നിട്ട് അമ്മ പല്ല് തേക്കുക, അമ്മ ഫുഡ് എടുത്ത് വയ്ക്കാം, അല്ലെങ്കിൽ ഫുഡ് ഉണ്ടാക്കി വയ്ക്കാം, അല്ലെങ്കിൽ ഇന്ന് നിനക്ക് ഇഷ്ടമുള്ള ഇതാ ഉണ്ടാക്കിയേക്കുന്നത്, പോയി പല്ല് തേച്ചിട്ട് വാ എന്ന് പറയുവാണെങ്കിൽ നോക്കിക്കോ, നമ്മളൊരു 50 വട്ടം പറയുന്നതിനേക്കാളും നല്ല എഫക്റ്റീവ് ആയിരിക്കും ആ ഒറ്റ പ്രാവശ്യം അവരുടെ അടുത്ത് ചെന്നിട്ട് പറയുന്നത്. അല്ലെങ്കിൽ പേസ്റ്റും ബ്രഷും എടുത്ത് കൈ കൊടുത്തിട്ട്. ചില കുഞ്ഞുങ്ങൾ എന്നാലും വാശി പിടിക്കുന്നവരുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ പേസ്റ്റും ബ്രഷും ഒക്കെ എടുത്തുകൊണ്ട് കൊടുത്തിട്ട് വലിയ സ്നേഹത്തോടെ പറയുമ്പോൾ അത് മേടിച്ച് വലിച്ചെറിഞ്ഞ് കളഞ്ഞിട്ട് ദേഷ്യം കാണിക്കുന്ന കുട്ടികളുണ്ട്. അപ്പോഴും നമ്മൾ അവരെ ബ്ലെയിം ചെയ്യാതിരിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തീരും ഈ പറയുന്ന അവരുടെ ആ ഒരു കുട്ടിക്കാലം, കുറുമ്പുള്ള കാലം എന്ന് പറയുന്നത്. പിന്നെ അത് കിട്ടണമെന്ന് നമ്മൾ ആഗ്രഹിച്ചാൽ എത്ര ആഗ്രഹിച്ചാലും കിട്ടൂല. പിന്നെ അവർക്ക് കുട്ടികളായി ഗ്രാൻഡ് പേരൻസ് ആയി കഴിഞ്ഞാൽ മാത്രമേ അതിനുള്ളൊരു ഭാഗ്യം വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ കാലം എൻജോയ് ചെയ്യുക. പെട്ടെന്ന് അവർ വലുതായി പോകുന്നുള്ളത് മനസ്സിൽ ഓർത്ത് വയ്ക്കുക. ഒരു കാമായിട്ടുള്ള പേരൻറ്റിന് മാത്രമേ ഒരു കാമായിട്ടുള്ള കുട്ടീനെയും വളർത്തിയെടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ എത്രമാത്രം അഗ്രസീവ് ആകുന്നോ അല്ലെങ്കിൽ ദേഷ്യപ്പെട്ടവരാകുന്നോ അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളും ആ ഒരു സ്വഭാവം അവരിൽ വളർത്തിയെടുക്കും. നമ്മൾ ചെയ്യുന്നത് അവർ കണ്ടു പഠിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിൽ വയ്ക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു പേരൻറ്റിങ് ആശംസിക്കുന്നു. നമുക്ക് വേറൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി. ടേക്ക് കെയർ.